I'm so disappointed. ആലോചിക്കാതെയാണോ സംസാരിക്കുന്നത്? ഇന്റലിജൻസിന്റെ ഇഷ്യൂ ആണോ? मैंने नहीं सोचा कि ये है, मैंने नहीं सोचा कि इतनी बड़ी बात है. വേശ്യ എന്ന് വിളിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. It's not cool. Don't talk about stuff you don't know about. നമുക്ക് ഡിബേറ്റ് ചെയ്യാം. Debate is healthy. Do you even know what rape is? നിങ്ങളുടെ ചുറ്റും പെൺമക്കളുണ്ടോ? എനിക്കത് എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. താങ്കളെ പൊട്ടെന്ന് പോലും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾക്കൊക്കെ കുടുംബമുണ്ടോ? Makes me irritated. Hi everyone, welcome back to my take. Oh my god, I have a take. ഞാൻ കുറെ ആലോചിച്ചു, ഞാനത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. And then I was like, you know what, ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. നമുക്കൊക്കെ ദൈവം ഒരു ശബ്ദം തന്നിട്ടുണ്ട് അല്ലെ? നമ്മളുടെ ഈ ശബ്ദം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ആൻഡ് സംടൈംസ് ഐ ഫീൽ ലൈക്ക് നമ്മൾ പറയുന്ന കാര്യം, എസ്പെഷ്യലി ഇഫ് യു ആർ കുറച്ച് ആൾക്കാർ, മറ്റാൾക്കാർ നമ്മളെ അറിയുന്ന ഒരു പൊസിഷനുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തിനും ഭയങ്കര വെയിറ്റ് ആണ്. ബിക്കോസ് അത് മറ്റുള്ള ആൾക്കാരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. Okay, so I don't know whether you know what I'm coming to, but it's about the power of your voice and about using it well. കുറച്ച് എന്താ പറയുക, പോപ്പുലർ ആയ ആൾക്കാർ പണ്ട് തൊട്ടേ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. അവരൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പം അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിൽ ഹാഷ് രീതിയിലുള്ള ക്രിറ്റിസിസം അവർ അനുഭവിക്കാറുണ്ട്. ഇനി ആ കാര്യം പറയുമ്പോഴും ഞാൻ പറഞ്ഞു, കുറേ ആൾക്കാർക്ക് അതൊരു വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. അത് പറയുമ്പം സം പീപ്പിൾ ആർ ദേ ഡോണ്ട് ഈവൻ കെയർ. അവർ ആലോചിക്കാതെ എന്തും പറയും. ആൻഡ് അതിനുള്ള ബ്രിക്ക് ബാറ്റ്സ് അവർ ഏറ്റുവാങ്ങും. ചില ആൾക്കാർ ചിന്തിച്ച് എല്ലാ ഫാക്ടേഴ്സും നോക്കി ഫാക്ട്സ് ഒക്കെ ബാക്ക് ചെയ്ത് റീഡ് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് കുറേ കാര്യങ്ങൾ പറയും. ഈ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി പോയി വലിയൊരു മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് ജാൻമണി ആൻഡ് ഐ എം സോ ആംഗ്രി. എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ജാൻമണിയുടെ അടുത്ത് പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. വലിയ ശക്തമായി തന്നെയാണ് ഞാൻ അറിയിച്ചിരിക്കുന്നത്. ബിക്കോസ് ഐ എം സോ ഡിസപ്പോയിൻറ്റഡ്, റൈറ്റ്? ദൈവം നമ്മളെയൊക്കെ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത്. അഫ്കോഴ്സ് എല്ലാവർക്കും അവരുടേതായ പൊസിഷൻസ് ഉണ്ട് ജീവിതത്തിൽ, അവരുടേതായ കാര്യങ്ങളുണ്ട്, അവരുടേതായ ശബ്ദമുണ്ട്, അവരുടേതായ അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്, അതൊക്കെയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ, നമ്മളോരോ കാര്യം പറയുമ്പം നമ്മൾ ആലോചിച്ചും കണ്ടുമൊക്കെ പറയണം. ആലോചിച്ചും കണ്ടും പറയണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് പറയണം. പക്ഷേ അതിനൊരു ബൗണ്ടറി ഉണ്ട്. നമ്മളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് അതൊരു ഹേറ്റ് ക്യാമ്പയിൻ ആയിട്ട് മാറാൻ പാടില്ല. അതൊരു മറ്റൊരാളെ താത്തിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആവരുത്. ഒരു കാര്യത്തിന്റെ ചിന്താഗതിയെക്കുറിച്ച് നമുക്കൊരു കാര്യം പറയാം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാം, ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ പറയാം, അതിന്റെ എതിരഭിപ്രായം പറയാം. അതൊക്കെ നമുക്ക് ചെയ്യാം. ആസ് ഹ്യൂമൻ ബീയിങ്സ് ദാറ്റ് ഈസ് അവർ റൈറ്റ്. പക്ഷേ അതിന്റെ ഒരു എൻഡ് ലൈൻ എന്ന് പറയുന്നത്, ഐ ആം നോട്ട് ഹിയർ ടു ഇൻസൾട്ട് അനദർ പേഴ്സൺ, ഐ ആം നോട്ട് ഹിയർ ടു ബ്രിങ് ഡൗൺ അനദർ പേഴ്സൺ. നമ്മൾ ആരും മറ്റുള്ളൊരാളെ കുറ്റം പറയുമ്പോൾ അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അവരുടെ നിലപാടിനെ ചോദ്യം ചെയ്യൂ, അവർ ചെയ്യുന്ന കാര്യത്തിനെ ചോദ്യം ചെയ്യൂ, അവരെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, മര്യാദയ്ക്ക് ചോദ്യം ചെയ്യാം. എന്തിനാണ് നമ്മൾ പേഴ്സണലായി അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അത് ഫാക്ട്സ് എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഞാൻ വളരെ ഓണസ്റ്റ്ലി പ്രതികരിക്കുന്ന ഒരാളാണ്. ഐ ടോക്ക് അബൌട്ട് തിങ്സ് വെരി വെരി ഓണസ്റ്റ്ലി, മുഖത്ത് നോക്കി പറയും. ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അറ്റ്ലീസ്റ്റ് എൻ്റെ ഏറ്റവും മാക്സിമം എഫേർട്ട് എന്ന് പറയുന്നത് ഞാനത് ഫാക്ച്വലി ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കാറ്. ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പറ്റാവുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് കറക്റ്റ് രീതിയിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബിക്കോസ് അത്രയും അധികം ഇൻഫർമേഷൻ ആണ് ഉള്ളത്. പണ്ടൊക്കെ കുറച്ചുകൂടെ സിംഗുലർ നാരറ്റീവ്സ് ആയിരുന്നു. കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു, ഇൻഫർമേഷൻ മാത്രം വായിച്ചാൽ മതി. ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പൂളാണ് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നത്, ഇന്റർനെറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും അധികം ഇന്റൻസ് ആയിട്ട് റിസർച്ച് ചെയ്താൽ മാത്രമേ ഓരോ കാര്യവും കറക്റ്റ്ലി വെരിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പം ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി എ സബ്ജക്ട്. സോ ഐ ഫീൽ ലൈക്ക്
ജാൻ റീസെൻ്റ്ലി ഒരു കാര്യം പറഞ്ഞപ്പം ഷീ ഈസ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്, ഐ ലവ് ഹർ ടു ബിറ്റ്സ്, ഐ വിൽ ഓൾവേസ് പ്രൊട്ടക്ട് ഹർ, ഐ വിൽ സ്റ്റാൻഡ് ബൈ ഹർ. ബട്ട് പൊട്ടത്തരം ചെയ്താൽ നമ്മൾ, പൊട്ടത്തരമല്ല, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കുമ്പം നമ്മളതിനെ, ഞാനത് കണ്ടം ചെയ്തില്ലെങ്കിൽ എൻ്റെ നിലപാടിനെ അത് ബാധിക്കും. നിലപാടിനെ ബാധിക്കുന്നല്ല, ഐ എം വെരി ആംഗ്രി വിത്ത് ഹർ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഹർ ടു ഫീൽ ബാഡ് ബിക്കോസ് ഐ എം ഡൂയിങ് ദിസ് വീഡിയോ. ബട്ട് ഡൂഡ്, ലൈക്ക് nothing in this world gives anyone the right to abuse anybody, no matter what position, the way she did. Not just her, അങ്ങനെ കുറെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം, ദാറ്റ് ഇസ് സെക്കൻഡറി. ബട്ട് ഐ ഫീൽ ദാറ്റ് നമ്മൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജാൻമണി അടുത്ത് ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, എന്താ ജാൻ, വാട്ട് ഇസ് ഇറ്റ്, വൈ ഡു യു ടോക്ക് ലൈക്ക് ദിസ്, വിടുവാത്തരം എന്നൊക്കെ പറയില്ലേ, ആലോചിക്കാതെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെ പറയാതിരിക്കാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലേ? ലൈക്ക് ഇന്റലിജൻസിന്റെ ഇഷ്യൂ ആണോ? ഐ ഹാവ് ആസ്ക്ഡ് ഹർ why do you say stuff like this? मैंने नहीं सोचा कि ये है, मैंने नहीं सोचा कि इतनी बड़ी बात है, मैंने ये देखा. So what she is saying is, ഒരു റീല് കണ്ടു, ആ റീലിൽ ഇങ്ങനത്തെ ആയിരുന്നു ഇൻഫർമേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെക്കുറിച്ച് എന്തോരം സാധനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ലല്ലോ. എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ കാര്യം വിടൂ, എന്നെക്കുറിച്ച് മോശമായി എന്തോരം വീഡിയോസും റീൽസും ഒക്കെയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞാനും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം കാര്യങ്ങളുണ്ട്. there are people who call me a whore, there are people who call me, ഇപ്പോഴും എന്റെ എഗൻസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മളെ സെക്ഷുവലി അസോൾട്ട് ചെയ്തിട്ടും നമ്മളെ വേശ്യ എന്ന് വിളിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അത് വിശ്വസിക്കാത്ത, പക്ഷെ വേറെ റാൻഡം ആള് വേറൊരു വീഡിയോ ഇടുമ്പോൾ അത് വിശ്വസിക്കുന്നത്? അപ്പൊ നമ്മൾ സെലക്റ്റീവ് ചിന്താഗതി ആയതുകൊണ്ടാണ് അല്ലെ. ഇപ്പം എന്ത് വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കണമെന്നത് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ നമ്മൾ ഒരേ കാര്യം വേറെ ആൾക്കാരെ കുറിച്ച് പറയുമ്പം ഒരാളെ ഒരു രീതിയിൽ കാണുന്നത് കൂട്ടുകാരി ആയതുകൊണ്ടും മറ്റൊരാളെ വേറൊരാൾ കാണുന്നതുകൊണ്ടും നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ആയാൽ then the stand is a bit shaky. So then I asked her, sometimes I feel ചില ആൾക്കാർ എടുത്തുചാട്ടക്കാരാണ്. ഞാൻ ഭയങ്കര എടുത്തുചാട്ടക്കാരിയായിരുന്നു പണ്ട്, ഇപ്പോഴും ആണ്. പക്ഷെ എൻ്റെ എടുത്തുചാട്ടത്തിലും ഒരു സെൻസ് ഇല്ലേ അമ്മേ? എൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് കേൾക്കുകയാണ് ഞാൻ വല്ല പൊട്ടത്തരം പറയുന്നുണ്ടോ എന്ന് ഇല്ലേ? എൻ്റെ എടുത്തുചാട്ടത്തിൽ ഒരു സെൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ ഭയങ്കര അഗ്രസീവ് ആയ ഒരാളാണ്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്തും പറയും. പക്ഷെ ഞാൻ പറയുന്നതിൽ ഞാൻ പോയിന്റ് ഇട്ട് പറയുന്ന ഒരാളാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ ജനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നത്. ഓഫ് കോഴ്സ് ചില സമയത്ത് പാളി പോകാറുണ്ട്. ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഡസൻറ്റ്. ബട്ട് ഐ ഫീൽ വൺസ് യു ക്രോസ് എ പെർട്ടിക്കുലർ ഏജ്, കൊച്ചു കുട്ടികളാണെങ്കിൽ പിന്നെ എനിക്ക് അത് ഫൊർഗിവ് ചെയ്യാമെന്ന് വിചാരിക്കാം. 18, 20 പോട്ടെ, ലെറ്റ് ഇറ്റ് ബി. ബട്ട് 30, 35, 40, 45 എന്നൊക്കെ പറഞ്ഞ വയസ്സ് നമ്മൾ ശരിക്കും ഇരുത്തം വന്ന ഒരു പ്രായമാണ്. യു ഷുഡ് ബി തിങ്കിങ് ബിഫോർ യു സ്പീക്ക്. ഇറ്റ് ഈസ് so important. So I just wanted to take out my frustration and I did it. I've already shouted at her enough. There's a case against her. അവൾ പറഞ്ഞ കാര്യം എന്ത് മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രമല്ല, അത് എന്ത് രീതിയിലാണ് ഞങ്ങളെ എഫക്ട് ചെയ്യുന്നതെന്ന് അറിയാം. ഞങ്ങളെന്ന് പറഞ്ഞാൽ അവളെ ചുറ്റും നിൽക്കുന്ന ഞങ്ങളെയും എഫക്ട് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് കറന്റ്ലി കമ്മിങ് ഫോർ വർക്ക് വിത്ത് മീ ആൻഡ് ഷീ ഗെറ്റ്സ് ഓൾ ദീസ് അബ്യൂസ്. എനിക്ക് കിട്ടുന്ന അബ്യൂസ് പോട്ടെ, ഇത്രയും കേസസ് ഇതിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ്? സോ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ചെയ്യേണ്ടാത്ത ഒരാൾ വെറുതെ വിടുവാത്തരം പറഞ്ഞ് അറിയാത്ത കാര്യത്തിനെ കുറിച്ച് സംസാരിച്ച് തെറ്റായ ഒരു കാര്യം ഭയങ്കര സംഭവമായിട്ട് ഡെലിവറി ചെയ്തതിന് ശേഷം അതിന്റെ തെറിയും വാങ്ങിച്ച് ബഹിരാകാശത്ത് പോയി ഇരിക്കുന്ന ഒരു സെറ്റപ്പാണ്. ആൻഡ് ഐ എം ലൈക്ക് സോ നോട്ട് കൂൾ. സോ പ്ലീസ്, ഈവൻ ഇഫ് ലൈക്ക് ജാൻ, ഐ ലവ് യു സോ മച്ച്. ഞാൻ പറയുന്ന പകുതി കാര്യം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് നോട്ട് അക്സെപ്റ്റബിൾ ഡൂഡ്. ഇറ്റ്സ് നോട്ട് കൂൾ. ഡോണ്ട് ടോക്ക് അബൌട്ട് സ്റ്റഫ് യു ഡോണ്ട് നോ അബൌട്ട്. പോളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ബിക്കോസ് അതിനെ അങ്ങനെ കാണുന്ന വിഭാഗം ആൾക്കാരാണ് ജനത, ദ പബ്ലിക്. ഓക്കെ, അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ, അറിവുണ്ടെന്നല്ല, എനിക്ക് അറിവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ സംസാരിക്കാൻ അതിന് ഒരു സ്കില്ല് വേണം. ബിക്കോസ് എങ്ങനെ പോയാലും ആരുടെയെങ്കിലും ഒക്കെ കാലിൽ നമ്മൾ ചവിട്ടും. ബിക്കോസ് യു ടോക്ട് അബൌട്ട് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദിസ് കൺട്രി. ഓക്കെ, യു ക്യാൻ ക്രിട്ടിസൈസ് ഹിം, യു ക്യാൻ സേ യു ആർ നോട്ട് ഹാപ്പി വിത്ത് ഹിസ് പെർഫോമൻസ്. ഓക്കെ, അവരുടെ നിലപാടിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, അവരുടെ സ്റ്റാൻഡിനെ ക്വസ്റ്റ്യൻ ചെയ്യാം, അവർ നല്ല കാര്യം പറഞ്ഞാൽ നല്ലതാണെന്ന് പറയാം, അത് യു ക്യാൻ തമാശയിൽ പറയാം. ബട്ട് യു ക്യാൻ നോട്ട് talk about his family if you don't know the facts. അത് അദ്ദേഹത്തെ കുറിച്ച് മാത്രമല്ല, ആരെയും കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ മറ്റൊരാളെ തെറി വിളിക്കുന്നത് സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ്, അവരുടെ കുടുംബത്തെ പറഞ്ഞാണ്. ഞാൻ ഈ പ്രൊട്ടസ്റ്റിന് പോയ സമയത്ത് ആരോ എന്നെ വിളിച്ച് ഇത് ദേശദ്രോഹി, രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ തെറി വിളിക്കുന്നത്. ഓക്കെ, ഐ എം സേയിങ്
Dude, I'm an ex-service man's daughter. എൻ്റെ അപ്പൂപ്പൻ എയർഫോഴ്സിലായിരുന്നു, എൻ്റെ അമ്മാവൻ എയർഫോഴ്സിലാണ്, എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും അധികം ജീവൻ നൽകിയ, സമയം നൽകിയ ആൾക്കാരുടെ കുടുംബത്തിൽ നിന്നും വരുന്നൊരു കുട്ടിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് മനസ്സിലാക്കാതെ ചെയ്ത കാര്യം നല്ലൊരു കാര്യമാണ് എന്ന് നോക്കാതെ അതിന്റെ പോളിറ്റിക്സ് ആണ് എല്ലാവരും നോക്കുന്നത്. ആ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ ആരും നോക്കുന്നില്ല. അപ്പൊ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ജാൻമണി, വാട്ട് ഷീ ഡിഡ് വാസ് നല്ലൊരു കാര്യത്തിന് എടുത്ത് പൊളിറ്റിസൈസ് ചെയ്ത് കളഞ്ഞു, അല്ലേ? ഒരു പ്രൊട്ടസ്റ്റിൽ പോയി നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി ഫൈറ്റ് ചെയ്തു, ആ കൊച്ചുങ്ങൾ സക്സസ്ഫുള്ളി അത് നേടിയെടുത്തു. ആൻഡ് ദെൻ ഷീ ഗോസ് ആൻഡ് അബ്യൂസസ്. ബേസിസ് ഓഫ് വാട്ട്? ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്? യു ക്യാൻ നോട്ട് ഡു ദിസ്. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് നമുക്ക് വാഗ്വാദം ചെയ്യാം. We can talk about a subject and we will have a fight. നമുക്ക് ഡിബേറ്റ് ചെയ്യാം. A debate is healthy. പക്ഷെ you cannot start attacking a person by saying നീ ഇതാണ്, നീ അതാണ്, like personal attacks and racist attacks, അല്ലെങ്കിൽ religious attacks. Like what is this? What is wrong with everybody? അൺബിലീവബിൾ ആണ് ആൾക്കാർ ഇത് ഡീൽ ചെയ്യുന്ന കാര്യം, പറയുന്ന, സംസാരിക്കുന്ന രീതി. എന്നെ സത്യം ഇന്നും അന്നും ഞാൻ പറയാണ്, നിങ്ങളുടെ നല്ല വാക്കുകൾ എന്നെ എഫക്ട് ചെയ്യാറില്ല, നിങ്ങളുടെ ചീത്ത വാക്കുകൾ എന്നെ എഫക്ട് ചെയ്യാറില്ല. ഓക്കെ, ഇറ്റ് ഡസന്റ് മാറ്റർ ടു മീ ഫോർ മീ. ബട്ട് ചിലവർക്ക് അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെക്കാട്ടും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ചുറ്റുള്ള ആൾക്കാരാണ്. എൻ്റെ അച്ഛനമ്മ, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ ഫാമിലിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ റെലവെന്റ് അല്ലാത്ത രീതിയിലാക്കി എടുക്കുന്നത്? അതുകൊണ്ട് നമ്മളൊരു ഇപ്പം പ്രൊട്ടസ്റ്റിന്റെ കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഇഷ്യൂവിന് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ആ ഇഷ്യൂ ബേസ്ഡ് മാത്രമായി സംസാരിക്കുക. പ്ലീസ്, അറിയാത്ത കാര്യം മിണ്ടാതിരിക്കുക, അറിയുന്ന കാര്യം സംസാരിക്കുക. ഇനി മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ജഡ്ജ് ചെയ്തോളൂ. ടെൽ us you don't like it, you don't like what we do, but don't overdo it, right? I'm seeing people criticizing people for അവരുടെ ഒപ്പീനിയൻസിൽ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് ആ ഒരു കാര്യം മാത്രമല്ലാതെ അതിനൊരു സൈബർ ബുള്ളിങ് രീതിയിൽ തന്നെ അത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നിരവധി എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റുമുണ്ട്. സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ഫാമിലിനെ കുറിച്ച് പറയും, അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയും, അവർ അന്ന് ചെയ്തതിനെ കുറിച്ച് പറയും, ഇന്ന് ചെയ്തതിനെ കുറിച്ച് പറയും. ആ ഇഷ്യൂനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ പോരെ? ഇറ്റ് മേക്സ് മീ ഇറിറ്റേറ്റഡ് ബിക്കോസ് യുവർ വോയിസ് is important. The energy that you put out into the planet is important. You understand? And I hate it. I hated that she did this. I hated that she did this because I feel like ഞാൻ ആ പ്രൊട്ടസ്റ്റിന് പോയി, ജാൻമണി ആ പ്രൊട്ടസ്റ്റിന് പോയി, ഞങ്ങളൊക്കെ പ്രൊട്ടസ്റ്റിന് പോയി, അതിനൊരു പ്യൂരിറ്റി ഉണ്ട്, മനസ്സിലായില്ലേ? ഇറ്റ് കെയിം ഫ്രം എ ഗുഡ് പ്ലേസ്. ഇറ്റ് ഡിഡ്ന്റ് കം ഫ്രം എ ബാഡ് പ്ലേസ്. ഞാനതൊരു പാർട്ടി പോളിറ്റിക്സിന്റെ ഭാഗമായിട്ടോ റിലീജിയസ് ആയിട്ടോ നോക്കിയിട്ട് പോലുമില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. ഇത് കേരളത്തിലോ ഇന്ത്യയിലോ ഇത്രയും വലിയൊരു സംഭവമാണ് എന്നറിഞ്ഞിട്ട് പോലുമല്ല. ഓഫ്കോഴ്സ് ഡൽഹിയിൽ ഇറ്റ് വാസ് എ ബിഗ് തിങ് എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് ഞാൻ പോയതും. ഇത് എല്ലായിടത്തും ആളിക്കത്തുന്നൊന്നും ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. അതൊക്കെ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നൊരു സംഭവമാണ്. യു അണ്ടർസ്റ്റാൻഡ്? ആൻഡ് ദെൻ ആഫ്റ്റർ വിത്ത് ഓൾ ഡൺ ആൻഡ് വി സെലിബ്രേറ്റിംഗ്, ഒരു ദിവസം തന്നില്ല എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ. ഷി ഡിഡ്ന്റ് ഗിവ് മീ 24 hours, 48 hours I did not get. And then she says this. So I'm very, very angry at her. And I'm angry at everybody who's taken that joy out of it. You know what I'm saying? Stop this bullshit, man. And then I have to talk about this Mahan. എന്താ പേര്? Yeah. T.G. Mohandas, അപ്പൂപ്പൻ, ലൈക്ക് അപ്പൂപ്പന്റെ വയസ്സുള്ള എൻ്റെ അപ്പൂപ്പന്റെ വയസ്സുണ്ടാവും. ഹി മസ്റ്റ് ബി 70-80-year-old man. മൈ ഗോഷ്, എന്താണ് പറയണത്? ലൈക്ക് ഇത്രയും ഡെക്കേഡ്സ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പം എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം? ഇതൊക്കെയാണ് അന്ധമായ പോളിറ്റിക്സ്. അത് ഏത് പോളിറ്റിക്സ് ആണെങ്കിലും അന്ധമായ പോളിറ്റിക്സും ഒരു അജണ്ടയും ഒരു വിശ്വാസവും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് വിഷം തുപ്പുന്ന മനുഷ്യരാണ് ഇവരെല്ലാം, അല്ലേ? യു ആർ ട്രൈങ് ടു കണ്ടാമിനേറ്റ് us by saying this bullshit. What did you say? അവിടെ ഓൾറെഡി ലാത്തി ചാർജ് ചെയ്തതും അതൊക്കെ അവർ ഓൾറെഡി ചെയ്തു, മനസ്സിലായില്ലേ? വെടി വെച്ച് കൊല്ലൂന്ന്, പെറുക്കിയെടുത്ത് കളയാം. താങ്കൾ പറഞ്ഞതാണോ, താങ്കൾ ആരെയോ ഇത് വായിച്ചതാണോ എനിക്കറിയില്ല. ബിക്കോസ് ഈ ക്ലിപ്സിനൊന്നും എനിക്ക് വിശ്വാസമില്ല. എല്ലാം പണ്ടരം ഡോക്ടേർഡ് ആണ്. ഐ ഡോണ്ട് നോ which is real, which is not real. Like, and then he went on to say something like ലെഫ്റ്റ് എന്താ പറയുക, ഇങ്ങോട്ട് നിൽക്കുന്ന എല്ലാം, ലെഫ്റ്റിന്റെ സൈഡിലേക്ക് നിൽക്കുന്ന എല്ലാത്തിലും ഉള്ള സ്ത്രീകൾക്ക് ബലാത്സംഗം, റേപ്പ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവർ അവിടെ പോയി നിൽക്കുന്നത് എന്ന് അവരെ റേപ്പ്. സം ഷിറ്റ് brother. Do you even know what rape is? താങ്കളുടെ വിചാരം റേപ്പ് ആണോ സെക്സ് ആണോ? യാ, വി ലൈക്ക് സെക്സ് ബ്രോ.
what do you mean rape? I don't understand. എനിക്കത് എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. താങ്കളെ പൊട്ടെന്ന് പോലും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ. ബിക്കോസ് ഐ ഷുഡൻറ്റ് സേ പൊട്ടൻ, ലൈക്ക് ഐ നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് എ derogatory term എന്ന് എനിക്കറിയാം. ബട്ട് ഐ എം സേ when I mean പൊട്ടൻ, I mean fool, right? Fool is a compliment for you. Oh, like നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങൾക്കൊക്കെ കുടുംബമുണ്ടോ? നിങ്ങളുടെ ചുറ്റും പെൺമക്കളുണ്ടോ? നിങ്ങളൊരു ഗ്രാൻഡ് ഫാദർ ആവില്ലേ? ലൈക്ക് വാട്ട് ഈസ് ദിസ് വെനം യു ആർ സ്പിറ്റിംഗ് യോ? ലൈക്ക് ആൻഡ് ദെൻ നിങ്ങളുടെ ഈ സോ കോൾഡ് ഐഡിയോളജി, ഇങ്ങനത്തെ ആൾക്കാർ, ഐ എം ടെലിംഗ് യു, ദീസ് സോർട്ട് ഓഫ് പീപ്പിൾ. അന്ന് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ദയനെ അബ്യൂസ് ചെയ്ത ഒരു ലേഡി, there's some audio clip of hers where she's also saying some shit. All of ഇവരുടെ ഒക്കെ I'm telling you, people who spit venom should not be allowed to talk. Because ഇങ്ങനത്തെ ആൾക്കാരുടെ ഇങ്ങനത്തെ ഐഡിയോളജിയാണ് നമ്മുടെ ഈ സമൂഹത്തെ പോയിസണസ് ആക്കുന്നത്. A few bad apples make it poisonous. So അദ്ദേഹം പറഞ്ഞ ഈ വെടിവെച്ച് കൊന്ന എല്ലാത്തിനും കുറച്ച് ഡാമേജ് അല്ലേ, കുറച്ച് പേരെ പിറകി കൊണ്ടുപോവാ എന്നൊക്കെ പറയണത് ശരിക്കും, if I could murder, you guys are on my list. I've just added you to my list as well. But it's illegal, unfortunately. Adonde stop spitting venom. Stop it. It's not cool. It's not cool. And ഇതൊക്കെ വരുന്നത് എൻ്റെ ജനറേഷനിലെ ആൾക്കാരുടെ മൂത്ത ആൾക്കാരിലേക്കാണ്. ഈ പുതിയ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നവുമില്ല. അവർക്ക് ബുദ്ധിയുണ്ട് നമ്മളുടെ വീഡിയോസ് ഒന്നും കാണാതിരിക്കാനും. You know what I'm saying? I think that they don't want this sort of negativity, sort of toxic conversations. No wonder, they probably don't want to have to do anything with us, because we are terrible. What is this sort of behavior? It's unbelievable. എനിക്ക് മനസ്സിലാവണേ ഇല്ല. And it frustrates the living daylights out of me. But you guys need to think, man. Logic, please stop it. Stop talking bullshit and stop being such horrible people. ഇങ്ങനത്തെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, എല്ലാത്തിനെയും ഒരു താത്തിക്കെട്ടി കോളമാക്കി ടോക്സിക് ആയ ഭാഷ ഉപയോഗിച്ച് സെൻസേഷനലൈസ് ചെയ്ത്, എസ്പെഷ്യലി വിത്ത് റിലിജൻ ആൻഡ് പൊളിറ്റിക്സ്. ഓക്കെ, ഈ റിലിജൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്സ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പൊളിറ്റിക്സ് ഈ റിലിജനെ യൂസ് ചെയ്തിട്ടാണ് മനുഷ്യരെ ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ദാറ്റ് ഇസ് ദ ബേസിക്. ഇതിനൊരു ബേസിക് സാധനം ഇതാണ്. സോ ഡോണ്ട് ഫോൾ എ വിക്ടിം ടു പൊളിറ്റിക്സ് ആൻഡ് റിലിജിയൻ. എല്ലാവർക്കും നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നിലപാടൊക്കെ വേണം. അത് നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, നമുക്ക് സംസാരിക്കാം. പക്ഷെ അതൊരിക്കലും റിലിജിയൻ കൊണ്ടോ പേഴ്സണൽ ഫീലിങ്സ് കൊണ്ടോ അങ്ങനത്തെ കാര്യങ്ങളും കൊണ്ടൊന്നും ക്ലട്ടേർഡ് ആവരുത്. Your politics should be straight and clear. Your stand should be very straight and clear. അതിപ്പോൾ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും സെന്റർ ആണെങ്കിലും അതിനിടയിൽ എവിടെയാണെങ്കിലും you do you. You talk about what you want. You criticize, you comment. But the moment it stops being about your stand and about other people's issues, ആ പോയിന്റ് invalid ആണ്. We are not listening to you anymore. And ഈ ഒരു സമൂഹത്തിൽ I think all of us should just stop listening to these people, because they don't deserve to be listened to. They don't. ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ കേൾക്കരുത്. അത് ആരായാലും, even if it's a ജാൻമണി. ഓക്കെ, ജാൻമണി ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സ്ട്രീമാണ്. എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ കുറച്ചൊരു പാർഷ്യൽ ആണ്. യെസ്, I am partial. She's my friend. But dude, she messed up. She spoke about something she did not know. This other guy on another level, he took it to the next level. And അപ്പുറത്തെ ലെവലിൽ കൊണ്ടുപോയി. And then there's a third one that is, don't even ask. അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാരല്ല, എന്തോരോ ആൾക്കാർ ഈ സമൂഹത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം. നിങ്ങൾക്കൊരു മൈക്കും ഒരു സ്ക്രീനും ഉണ്ടെങ്കിൽ ഇപ്പം എന്തും പറയാം. പക്ഷെ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ ശബ്ദം അതിനൊരു വാല്യൂ ഉണ്ട്. ഈ പറയുന്ന കാര്യം കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് കേൾക്കുന്ന ആൾക്കാർ നമ്മളെ വിലയിരുത്തുമെന്ന് മാത്രമല്ല, അതിൽ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഇതങ്ങ് ഉൾക്കൊള്ളും. മനസ്സിലായില്ലേ? ഈ നെഗറ്റിവിറ്റി, ഈ ടെറിബിൾ ബിഹേവിയർ, ഈ പോയിസൺ. എന്നിട്ട് യു ആർ ഇൻഫ്ലുവൻസിങ് ദം and you are making them evolve into something that is not good. So cheeta karyangal konde let us not fill the minds of the youngsters and the people that are growing up in the world today. Let's fill them with good stuff, positivity. Let's fill them with knowledge. Let's fill them with hope, joy, and not bullshit like what is happening everywhere around now. Oru topic kittiyal adinte porage povum ellarum. Like everything is #trending. അങ്ങനെയാണെങ്കിൽ everybody, it's okay if it's good stuff, go for it. CJP യിൽ ആ പ്രൊട്ടസ്റ്റേഴ്സ് ചെയ്ത രീതിയിൽ ട്രെൻഡിങ് ആക്കിയാൽ I'm all for it.
But ഇവിടെ നടക്കുന്ന is a whole different ball game. Like, ugh, everybody's trying to pull down each other. Nobody wants another person to succeed. And വാക്കുകൾ കൊണ്ട് ഇത്രയും മോശമായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. And I don't like it. I don't like the way everybody speaks. ഞാൻ ഭയങ്കര harsh ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. But like I said, you know, as long as I don't offend you personally by attacking your, and if I have a problem with what you're saying, and I'm standing against it, I feel that is healthy. I might make a mistake in the future. I might have made lots of mistakes in the past, but this is what I feel about the subject, right? So please use your voice in the best possible way instead of corrupting people. And let's hope that people do better. But hope is all we got. Okay, bye. Whew.